ഹലോ ഫ്രണ്ട്സ്, യുവർ ഫാമിലി കൗൺസിലർ അഭിലാഷ് ചമ്പത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് എഗെയിൻ മറ്റൊരു വീഡിയോയുമായി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൈൻഡിനെ കുറിച്ചാണ്. ഇത് മൈൻഡ് എപ്പിസോഡ് പാർട്ട് 3 ആണ് കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ജീവിതം കംഫർട്ടബിളാക്കാൻ, നിങ്ങളുടെ ജീവിതം അനായാസമാക്കാൻ എന്നൊക്കെ എല്ലാ പ്രാവശ്യം ഞാൻ പറയുന്ന പോലെ പ്രാവശ്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മൈൻഡ് പാർട്ട് 3 കാണാത്ത ആൾക്കാർ ദയവേത് മൈൻഡ് പാർട്ട് 1ഉം മൈൻഡ് പാർട്ട് 2ഉം കണ്ടതിന് ശേഷം മൈൻഡ് പാർട്ട് 3യിലേക്ക് പ്രവേശിക്കുക. ഓക്കെ, അപ്പോൾ മൈൻഡ് പാർട്ട് 1 പാർട്ട് 2 നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സെന്താണ്, മനസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണ്, മനസ്സെന്ന് വെച്ചാൽ എന്താണ് ആശയം, മനസ്സെന്ന് പറയുന്ന ആശയത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അത് കുറേ കെമിക്കൽസ് ആണെന്നും അത് കുറേ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മുടെ മനസ്സെന്നും, നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കണമെങ്കിൽ, നമുക്ക് കുറേ കാര്യങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ, നമ്മുടെ പെരുമാറ്റം മനോഹരമാവണമെങ്കിൽ ഇതെല്ലാം ബ്രെയിനിൻ്റെ ഫംഗ്ഷനാണെന്നും, അത് ബ്രെയിൻ ഏത് ലെവലിലാണ് നമ്മളെ ഓരോ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ പോസിറ്റീവാക്കി വെക്കുന്നത് എന്നുള്ളതിൻ്റെ ഐഡിയോളജിക്കലി ഞാൻ പറഞ്ഞു തരുന്നു. കുറേ ഹോർമോൺസിൻ്റെ അല്ലെങ്കിൽ ആ ഹോർമോൺസിന് നമുക്ക് ബ്രെയിൻ കെമിക്കൽസ് എന്ന് പറയും. ആ ബ്രെയിൻ കെമിക്കൽസ് എന്ന് പറയുന്ന ഹോർമോണുകൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഹോർമോണുകളുടെ ഫംഗ്ഷനായിട്ടാണ് നമ്മുടെ ചിന്തകളും പെരുമാറ്റങ്ങളും എല്ലാം എന്ന് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ലെവലിലേക്ക് കഴിഞ്ഞ 2 വീഡിയോയിലും ഏതാണ്ട് വിശദമായിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള ആശയം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തന്നിരുന്നു. മൈൻഡ് പാർട്ട് 1 മൈൻഡ് പാർട്ട് 2 എന്നുള്ള 2 എപ്പിസോഡ്സും കാണാൻ ആൾക്കാർ ദയവേത് ആ 2 എപ്പിസോഡ്സും കൂടി കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കാണുമ്പോൾ ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കാണൂ എന്ന് ഞാൻ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, ഞാൻ ഈ മനസ്സ് എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. മനസ്സിൻ്റെ വേദന വരുമ്പോൾ എങ്ങനെയാണ്, മനസ്സിൽ സന്തോഷം വരുമ്പോൾ എങ്ങനെയാണ്, ഓരോ വികാരങ്ങളും എങ്ങനെയാണെന്നൊക്കെ ഞാൻ ബ്രീഫ്ലി പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സെന്ന് പറയുന്ന ഒരു വസ്തുവിനെ, ആ മനസ്സെന്ന് പറഞ്ഞ വസ്തുവിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ അല്ലെങ്കിൽ ബ്രെയിൻ ഹോർമോണുകൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ഘടകങ്ങൾ പ്രധാനമായും എന്തൊക്കെയാണ്, നമ്മുടെ സ്വഭാവങ്ങളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ രീതികളെയും നമ്മുടെ ഇമോഷൻസ്, അതായത് നമ്മുടെ വികാരങ്ങളെ, ഇമോഷൻസിനെ, സങ്കടമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, ഇവയൊക്കെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഏതൊക്കെ രീതിയിലുള്ള കെമിക്കൽസാണ് പ്രത്യേകിച്ചും എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രധാനമായും 4 തരം ഹോർമോണുകളാണ് ബ്രെയിനിൽ നമ്മളുടെ ഫീലിങ്സ്, തോട്ട്സ്, ഇമോഷൻസ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത്. അതിലത്തെ ഏതൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ആദ്യം ഓരോ ഹോർമോണുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞതിന് ശേഷം ഈ ഓരോ ഹോർമോണുകളും, അതായത് ഹോർമോൺ മീൻസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സോ ബ്രെയിൻ കെമിക്കൽസിനെ ഞാൻ ഓരോന്നിൻ്റെ പേരും അത് എങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം, അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ ഓരോന്നോട് പറഞ്ഞുതരാം. ഫൈൻ. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കെമിക്കൽ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ഒരു ലവ് ഹോർമോൺ എന്നൊക്കെ ജനറലി നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ദ ബോണ്ടിങ് ഹോർമോൺ എന്നൊക്കെ പറയും. അതായത് നമ്മൾ ജനങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഹോർമോൺ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, മാനസികമായ ഒരു ബന്ധത്തിൽ, ഒരു അടുപ്പത്തിൽ ഏർപ്പെടുമ്പോൾ, ഒരു സ്നേഹബന്ധം, ഒരു ഫ്രണ്ട്ഷിപ്പ്, എനി കൈൻഡ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ഹോർമോണാണ്, ബ്രെയിൻ ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ജനറലി ഈ ഓക്സിറ്റോസിൻ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഈ ഓക്സിറ്റോസിൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു ബോണ്ടിങ് ഹോർമോൺ, ഒരു പോസിറ്റീവ് ഫീലിംഗ് തരുന്ന ഒരു ഹോർമോൺ ആണല്ലോ. ഒരു നല്ലൊരു വ്യക്തിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ്, ഒരു സൗഹൃദം സ്ഥാപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടാവില്ലേ, ആ ഫീൽ ഉണ്ടാക്കുന്ന ഹോർമോണാണ് ശരിക്കും ഈ ഓക്സിറ്റോസിൻ. ഇത് ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതാണ് നമ്മുടെ ഫീലിങ്സായിട്ട് പുറത്തേക്ക് വരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ബോണ്ടിങ് ഹോർമോണായിട്ടുള്ള ഓക്സിറ്റോസിൻ ഉണ്ടാക്കണമെങ്കിൽ പ്രധാനമായും നമുക്കൊരു കുറച്ച് പെറ്റ് അനിമൽസിനെ വളർത്തുക. അതായത് നമുക്ക് പട്ടിയോ പൂച്ചയോ മീനോ പക്ഷിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓമന മൃഗങ്ങളെ, ഓമന മൃഗം എന്നാണ് പൊതുവേ പറയുക, വളർത്തു മൃഗങ്ങളല്ല, ഓമന മൃഗങ്ങൾ, പെറ്റ് അനിമൽസിനെ വളർത്തുക എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. അവയെ പരിപാലിക്കുന്നതും അവരെ സ്നേഹിക്കുന്നതും ഒക്കെ ഈ ഓക്സിറ്റോസിൻ എന്നുള്ള ഈ ബോണ്ടിങ് ഹോർമോൺ അല്ലെങ്കിൽ ലവ് ഹോർമോൺ നമ്മുടെ ഉള്ളിൽ ധാരാളം ഉണ്ടാക്കും തലച്ചോറിൽ. പിന്നെ ഗീവ് സംവൺ എ ഹഗ് ആണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അടിക്കലും ചേർത്ത് പിടിക്കുന്നതും ഒന്ന് കെട്ടിപ്പിടിക്കുന്നതും ഒന്ന് മുറുക്കി ഞെക്കി അയ്യപ്പനും കോശി പോലെ മുറുക്കരുത്. ഹഗ് എന്നാണ് പറയുന്നത്. ഒരു ജെൻറ്റിൽ ഹഗ്, ഒരു സോഫ്റ്റ് ഹഗ് കൊടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ നമുക്ക് ഒരു ഹഗ് കൊടുത്തിട്ട് നമുക്ക് ഈ ഓക്സിറ്റോസിൻ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഇഷ്ടപ്പെട്ട ആൾ നമ്മളെ ഹഗ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ആളെ നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ ഇരു കൂട്ടരുടെ ബ്രെയിനിലും ഉണ്ടാവുന്ന ഒരു കെമിക്കലാണ് ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, പിന്നെ
നമുക്ക് ഒരു നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം പാചകം ചെയ്യുന്നത് ഒരു ഈ ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോൺ ഒരു ഹാപ്പിനെസ് ഹോർമോൺ ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് സേവിക്കാൻ കൂടെ ആണെങ്കിൽ, സെർവ് ചെയ്യാൻ കൂടെ ആണെങ്കിൽ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ഉള്ളിൽ ഈ ഓക്സിറ്റോസിൻ എന്നുള്ള പോസിറ്റീവ് ഹോർമോൺ ഉണ്ടാവും. പിന്നെ ഹോൾഡ് ഹാൻഡ്സ്, ശക്തമായി സുദൃഢമായി ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു ഉറപ്പിൻ്റെ ഒരു എന്താ പറയുക ഹസ്തം, ഒരു ഹോൾഡിങ് ഹാൻഡ്സ്, അത് സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ആൾക്കാരുടെ കൈ പിടിക്കുമ്പോൾ ആശ്വാസം കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആശ്വാസത്തിൻ്റെ ഹോർമോൺ അതാണല്ലോ ഈ ബോണ്ടിങ് ഹോർമോൺ. ആ ബന്ധങ്ങളിൽ നിന്നും ഉറവിട്ട് വരുന്ന നമ്മുടെ ഒരു ആശ്വാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഹോർമോൺ ഈ ഹോൾഡിങ് ഹാൻഡ്സ്, സുദൃഢമായ കൈ കോർക്കലിലൂടെ, കൈ പിടിക്കലിലൂടെ, കൈ ഹോൾഡിങ് ഹാൻഡ്സിലൂടെ നമുക്ക് ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോൺ ജനറലി ഉണ്ടാവും. പിന്നെ സോഷ്യലൈസിങ്, ആൾക്കാരുമായിട്ട് ഇടപെടുക, പിന്നെ എന്താ പറയുക മറ്റുള്ളവരെ സഹായിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹോർമോൺ ആയിട്ടുള്ള ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോൺ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ ഹോർമോൺ ആണ് ഡോപ്പമിൻ. ഈ ഡോപ്പമിൻ എന്നുള്ള പേര് ഒരുപാട് പേര് കേട്ട് കാണും. കാരണം ഒരുപാട് ട്രെൻഡിങ് ആയിട്ടൊരു ഹോർമോണാണല്ലോ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം. ഡോപ്പമിൻ ഹൈക്ക്, ഡോപ്പമിൻ റേസ്, ഡോപ്പമിൻ റേജ് എന്നൊക്കെ പറയുന്ന സംഭവം ഒരുപാട് എല്ലാ ഷോർട്ട് ഫിലിമുകളിലും അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് സീരീസിലും അല്ലെങ്കിൽ സൈക്കോ ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ സംഭവങ്ങളിലെല്ലാം ഈ ഡോപ്പമിനെ കുറിച്ച് ഒരുപാട് പേര് കേൾക്കാറുണ്ട്. പക്ഷേ കുറേ പേർക്ക് അറിയുന്ന ഡോപ്പമിൻ മാത്രമാണ് ഹാപ്പിനെസ് ഹോർമോൺ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയും ഹാപ്പിനെസ് ഹോർമോൺ 4 അതിൽ ഒന്ന് ഞാൻ പറഞ്ഞു തന്നു ഓക്സിറ്റോസിൻ, രണ്ടാമത്തെയാണ് ഞാൻ പറയുന്നത് ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം. ഇതും ബ്രെയിനിൽ ഉണ്ടാവേണ്ട ഒരു ഹാപ്പിനെസ് ഹോർമോണാണ്. ഇത് ഫീൽ ഗുഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് ഈ ഡോപ്പമിനെ നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുക. അപ്പോൾ അത് നമുക്ക് ബ്രെയിനിലേക്ക് ഒരുപാട് നമുക്ക് ഒരു അംഗീകാരം, നമുക്കൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിനിൽ, അതുപോലെ മറ്റൊരു വ്യക്തി നമുക്ക് നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു ഫീൽ ഗുഡ് ഹോർമോണാണ് ഇത്. ശരിക്കും ഒരു ബ്രെയിൻ റിവാർഡ് സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡോപ്പമിൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അപ്ബീറ്റ് മ്യൂസിക് കേൾക്കുക, നല്ല ഒച്ചപ്പാടും ബഹളമുള്ള ഒരു അടിപൊളി സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ആവേശം കയറി വരില്ലേ? ആവേശം കയറി വരുന്ന സംഭവം ശരിക്കും ഈ ഡോപ്പമിൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആവേശം കയറി വരുന്നത്. അപ്പോൾ ആവേശത്തിൻ്റെ ഹോർമോൺ നമുക്ക് വേണമെങ്കിൽ ഈ ഡോപ്പമിനെ വിളിക്കാം. പിന്നെ കുറച്ച് മധുരം കഴിക്കുമ്പോൾ ഡോപ്പമിൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷുഗർ പേഷ്യൻസ് ശ്രദ്ധിക്കണം. മധുരം ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് ഡോപ്പമിൻ കയറുമായിരിക്കും, പക്ഷേ ഷുഗറും ഒപ്പം കയറും, അത് ശ്രദ്ധിക്കണം. പിന്നെ നല്ലപോലെ ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കത്തിന് ടൈം ടേബിളൊക്കെ വെച്ചിട്ട് സ്ലീപ്പ് ഇഷ്യൂസ്, ഇൻസോംനിയ പോലത്തെ വിഷയങ്ങളൊന്നും ഇല്ല, അത് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ദയവേത് ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതും ഈ ഡോപ്പമിൻ കൂട്ടാൻ ഒരു ഹെൽപ്പിംഗ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഓരോരോ ടാസ്കുകൾ നമ്മൾ വ്യക്തമായിട്ടൊരു ദിവസത്തിലൊരു ജോലി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വർക്ക് യുവർ പ്ലാൻ ആൻഡ് പ്ലാൻ യുവർ വർക്ക് ആൻഡ് വർക്ക് യുവർ പ്ലാൻ എന്ന് പറയും. പ്ലാൻ യുവർ വർക്ക് ആൻഡ് വർക്ക് യുവർ പ്ലാൻ. അപ്പോൾ വർക്കിന് പ്ലാൻ ചെയ്യുക, ആ പ്ലാൻ ചെയ്ത പ്ലാനിനെ നമ്മൾ വർക്ക് ചെയ്യുക, അങ്ങനെ റിസൾട്ട് നേടുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡാണല്ലേ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ കിട്ടുമ്പോൾ, ആ മോട്ടിവേഷൻ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ശരിക്കും ഡോപ്പമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതികളിലൂടെ നമുക്ക് ഡോപ്പമിൻ എന്നുള്ള ഹോർമോണിനെ നമുക്ക് ഹാപ്പിനെസ് ഹോർമോൺ നമുക്ക് ഉണ്ടാക്കാം. നമ്മളൊരു ലക്ഷ്യം അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സന്തോഷം കിട്ടുന്നത് ഈ ഡോപ്പമിൻ വരുമ്പോഴാണ്. നമ്മൾ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ, നമ്മളൊരു ഒരു കർത്തവ്യം പൂർത്തീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് ജനിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് സ്വാഭാവികമായിട്ടും ഈ ഡോപ്പമിൻ. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുക, അപ്പോൾ ഡോപ്പമിൻ ബ്രെയിനിൽ നിറയെ ഉണ്ടാവും. പിന്നെ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ചെയ്യണം. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വെൽബീയിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മാനസിക ഉല്ലാസം തരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഡോപ്പമിൻ വരും. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നതും ഡോപ്പമിൻ നമുക്ക് ഉണ്ടാക്കി തരും എന്നുള്ളതാണ് ഡോപ്പമിൻ എന്നുള്ള രണ്ടാമത്തെ ഹോർമോൺ. ഇനി മൂന്നാമത്തെ ഹോർമോണാണ് സെറോട്ടോണിൻ. ഈ സെറോട്ടോണിൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഒരു ഹോർമോണാണ്. അപ്പോൾ നമ്മൾ ജനറലി ഹാപ്പിനെസ് ഹോർമോൺ എന്ന് പറയുന്നത് ഈ സെറോട്ടോണിനാണ്. അപ്പോൾ ഡിപ്രഷൻ പേഷ്യൻസിനൊക്കെ സ്വാഭാവികമായിട്ടും ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഈ ബ്രെയിൻ ഹോർമോൺ കുറയുമ്പോഴാണ് ശരിക്കും അവർക്ക് ഒരു ഡിപ്രഷൻ എന്നുള്ള അവസ്ഥ ഉണ്ടാകും. ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന മൂഡ് സ്റ്റെബിലൈസർ ആണ് ശരിക്കും. ഈ മൂഡ് സ്റ്റെബിലൈസർ ആണ് ശരിക്കും സെറോട്ടോണിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ന് പറയുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ് കൂട്ടുന്നു, നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കുന്നു,
സന്തോഷം കൂട്ടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ സെറോട്ടോണിൻ എന്നുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഹോർമോൺ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ സെറോട്ടോണിൻ കുറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഏത് ഹാപ്പിനെസ് ഹോർമോൺ കുറഞ്ഞു പോകുമ്പോഴും ഏത് രീതിയിലുള്ള കുറവുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ പറഞ്ഞിരുന്നു. അത് കേൾക്കാൻ എന്നതിന് ശേഷം ഇത് കാണുക എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ സെറോട്ടോണിൻ എന്നുള്ള ഈ മൂഡ് സ്റ്റെബിലൈസർ എന്ന് പറയുന്ന ഈ ഒരു ഹാപ്പിനെസ് ഹോർമോൺ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇഷ്ടംപോലെ ധാരാളം വെയിൽ കൊള്ളുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നട്ടുച്ചയ്ക്ക് വെയിൽ കൊണ്ടിട്ട് നീർക്കിട്ട് ഇറങ്ങിയിട്ട് എന്നെ കുറ്റം പറയരുത്. അപ്പോൾ രാവിലെ ഉള്ള വെയിലും വൈകുന്നേരമുള്ള വെയിലെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം നമ്മൾ കൊള്ളുന്നത് ഈ സെറോട്ടോണിൻ എന്നുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നടക്കാൻ പോകുന്നത് ഒരു മൈൽഡ് ടു മോഡറേറ്റ് വാക്ക്, നമുക്ക് കുറേ സമയം നടക്കുന്നത് നമുക്ക് ഡോപ്പമിൻ സെറോട്ടോണിൻ എന്നുള്ള ഈ ഒരു ബ്രെയിൻ ഹാപ്പിനെസ് ഹോർമോൺ കൂട്ടുവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്, ബ്രീതിങ് ആൻഡ് മെഡിറ്റേഷൻ, കുറേ സമയം ശാന്തമായ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂഡ് സ്റ്റെബിലൈസർ ആയിട്ടുള്ള ഹോർമോൺ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിൽ ഉണ്ടാകും. അത് നമ്മുടെ മൂഡിനെ സ്റ്റെബിലൈസ് ചെയ്യും, ഇമോഷൻസിനെ സ്റ്റെബിലൈസ് ചെയ്യും. പിന്നെ ചില കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുക. എന്താ കാർഡിയോ വർക്കൗട്ടുകൾ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയേണ്ടാവുമായിരിക്കും. കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ സെറോട്ടോണിൻ എന്നുള്ള മൂഡ് സ്റ്റെബിലൈസറിനെ കൂട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രകൃതിയുമായി കുറേ സമയം ചിലവഴിക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ പ്രകൃതിയിൽ കുറേ സമയം ചിലവഴിക്കുന്നതും നമ്മുടെ സെറോട്ടോണിൻ എന്നുള്ള മൂഡ് സ്റ്റെബിലൈസറിനെ കൂട്ടുവാൻ ഹെൽപ്പ് ചെയ്യും. മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ, യോഗ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ കുറേ സമയം പ്രകൃതിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക, പച്ചപ്പ്, ഹരിതാപം എന്നൊക്കെ പറഞ്ഞ പോലെ സംഭവങ്ങൾ, ട്രക്കിംഗ്, വിനോദം, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ മൂഡ് സ്റ്റെബിലൈസർ എന്നുള്ള ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ ധാരാളം ഉണ്ടാക്കപ്പെടും. ഇനി 4ാമത്തെ ഹോർമോണാണ് എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു സംഭവം. ഈ ബാക്കി 3 എല്ലാവരും കേട്ട് കാണും കൂടുതലും. പക്ഷേ എൻഡോർഫിൻ എന്ന് പറയുന്ന സാധനം അധികം ആരും കേൾക്കാൻ സാധ്യതയില്ല. അറിയുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും മറ്റു 3 പോലെ അത്രയും സുപരിചിതമല്ല ഈ എൻഡോർഫിൻ എന്ന് പറയുന്ന സാധനം. ഇത് നാച്ചുറൽ പെയിൻ കില്ലറാണ്. ആക്ച്വലി ബ്രെയിനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു നാച്ചുറൽ പെയിൻ കില്ലറാണ് സത്യം പറയുകയാണെങ്കിൽ. നമ്മുടെ ശരീരത്തിലും ഒക്കെ ഉണ്ടാകുന്ന കുഞ്ഞു വേദന, കുഞ്ഞു ചതവുകൾ, മുറിവൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പെയിൻ ഇല്ലാണ്ടാക്കി തരുന്നത് ഈ എൻഡോർഫിൻ എന്ന് പറയുന്ന നാച്ചുറൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഞാൻ ഈ എവല്യൂഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നമ്മളിങ്ങനെ അനുദിനം മറ്റെന്തോ ആയിട്ട് എവല്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരിണാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മനുഷ്യൻ്റെ അവസ്ഥയിൽ മനുഷ്യൻ തലച്ചോറിൽ ഉണ്ടാക്കപ്പെടുന്ന സംവിധാനം ഇതൊക്കെയാണ്. നമ്മൾ ഇനി കുറേ കാലം ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുന്ന സമയത്ത് നമ്മൾ എന്തായി തീർന്ന് നമുക്കറിയില്ല. അപ്പോൾ എവല്യൂഷൻ തിയറിയെക്കുറിച്ച് ഞാൻ വേറൊരു ദിവസം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരുന്നത്. എൻഡോർഫിൻ എന്ന് പറയുന്ന നാച്ചുറൽ പെയിൻ കില്ലേഴ്സാണ്. അപ്പോൾ ഇവൻ ശരിക്കും സ്ട്രെസ്സ് കുറയ്ക്കും, നമുക്ക് പ്ലഷർ കൂട്ടും. ഓക്കെ, പ്രഷർ കുറയ്ക്കും, പ്ലഷർ കൂട്ടും എന്ന് പറയുന്ന ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് പറയണം? എൻഡോർഫിൻ. അത് ഒരു പെയിൻ ഹീലിംഗ് ഹോർമോൺ കൂടെയാണ്. ഇവ വർദ്ധിപ്പിക്കണമെങ്കിൽ നല്ല ശാസ്ത്രീയമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക. ജിമ്മിനൊക്കെ പോകുന്ന സമയത്ത് ഈ പെയിൻ കില്ലിംഗ് ഹോർമോൺസ് ധാരാളം ഉണ്ടാവും. പിന്നെ ബേൺ എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകളും എല്ലാം ഒക്കെ നമുക്ക് ബോഡിയിൽ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ എൻഡോർഫിൻ ബ്ലോക്ക് ആവും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള എണ്ണ, അങ്ങനത്തെ കുറേ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ, പിന്നെ യൂസ്ഡ് ഓയിൽസിൻ്റെ പിന്നെയും റീയൂസ് ചെയ്യുന്ന ഓയിൽസിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വർക്കൗട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം തന്നെ ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് എൻഡോർഫിൻസ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഡാർക്ക് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത് കറുത്ത നിറമുള്ള എന്ത് ചോക്ലേറ്റ്സ് ഡാർക്ക് ചോക്ലേറ്റ്സിലെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഡാർക്ക് ചോക്ലേറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് സ്വീറ്റ് ഇല്ലാത്ത നല്ല ഹോം മെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ്സ് ഉണ്ടാവും, ഷുഗർലെസ് ആയിട്ടുള്ള പരമാവധി. നമ്മൾ ഹിൽ സ്റ്റേഷൻസിലും ഒക്കെ പോയി വരുമ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ്സ്, നല്ല ബ്ലാക്ക് ചോക്ലേറ്റ്സ് കിട്ടൂലേ, അത് കുറച്ച് കശപ്പായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. അതായിരിക്കും കൂടുതൽ ഈ പറഞ്ഞ പോലെ എൻഡോർഫിൻ ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ കോമഡി കാണുക, കോമഡി ഷോ കാണുക, കോമഡി പറയുന്ന ആൾക്കാരുമായി ബന്ധപ്പെടുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. കോമഡി സിനിമകൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഇത്രയും മൈൻഡ് ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ യോധ സിനിമ കണ്ടാൽ, പട്ടണപ്രവേശം കണ്ടാൽ, നാടോടിക്കാറ്റ് കണ്ടു കഴിഞ്ഞാൽ, കിലുക്കം കണ്ടു കഴിഞ്ഞാൽ ഒക്കെ നമുക്കറിയാതെ നമുക്കൊരു സന്തോഷം വരുന്നതും ചിരിക്കുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ ഹാപ്പിനെസ് ഹോർമോൺസ് ബ്രെയിനിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ എൻഡോർഫിൻ എന്ന് പറയുന്ന 4ാമത്തെ ഹോർമോൺ പ്രധാനമായി വരുന്നത്. പിന്നെ ഈ പറഞ്ഞ മ്യൂസിക് കേൾക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മ്യൂസിക് കേൾക്കുന്നത് നമുക്ക് എൻഡോർഫിൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. മൂവി കാണുന്നത്, ചിരിക്കുന്നത്, സന്തോഷമായിരിക്കുന്ന അവസ്ഥകളെല്ലാം നമുക്ക് ഈ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺസിനെ കൊണ്ടുതരുവാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ പ്രധാനമായ കുറേ കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിലെ ഹോർമോണുകളാണ് നമ്മുടെ സന്തോഷം, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ തോട്ട്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു. അതിൻ്റെ സ്പെസിഫിക്കലിയാണ് ഞാൻ പറഞ്ഞത്. 4 ഹോർമോണുകൾ ഞാൻ ആദ്യം പറഞ്ഞു. ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ,
ആൻഡ് ഡോപ്പമൈൻ. ഈ 4 കാര്യങ്ങളുമാണ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. പൊതുവെ എല്ലാവരും പണ്ട് മുതൽക്ക് പറയുന്ന കാര്യങ്ങളാണ്, സന്തോഷത്തിന് മരുന്നില്ല എന്ന് പറയും. പക്ഷേ സന്തോഷത്തിന് മരുന്നുണ്ട്. അതായത് ഈ ഹോർമോണുകളെ കൂട്ടാനുള്ള ബേസിക്കലി നാച്ചുറൽ വഴികൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നു. പക്ഷേ നാച്ചുറൽ വഴികളിലൂടെ ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഹോർമോണുകളെ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റും പ്രൊഫഷണൽ സൈക്കാട്രിസ്റ്റും അവരെ കണ്ട് അവർക്ക് ഇന്ന ഹോർമോണുകളുടെ കുറവുകൾ കൊണ്ടാണ് ഈ പ്രത്യേക രീതിയിലുള്ള ഒരു സന്തോഷം അവർക്കില്ലാത്തത് എന്ന് കണ്ടെത്തിയതിന് ശേഷം ഇവരെ മരുന്ന് കൊടുത്തുകൊണ്ടുള്ള ചികിത്സ, മരുന്ന് കൊടുക്കാത്ത ചികിത്സ, മരുന്ന് കൊടുത്തുകൊണ്ടും മരുന്നില്ലാതെയുമുള്ള ചികിത്സ, അങ്ങനെയുള്ള പല ചികിത്സകളിലൂടെയും പല തെറാപ്പികളിലൂടെയും മരുന്നുകളിലൂടെയൊക്കെ ഇത്തരം ഹോർമോണുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. എവിടെ? ബ്രെയിനിനുള്ളിൽ. അതിലൂടെ നമുക്ക് സന്തോഷം ഉണ്ടാവും. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനം നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ തെറ്റാണ്. നമുക്ക് ഹാപ്പിനെസ് നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. ഡോക്ടറെ കാണുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക, കൗൺസിലിങ്ങിന് പോവുക, വേണമെങ്കിൽ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള മെഡിസിൻസ് എടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? നമുക്ക് ഹാപ്പിനെസ് അഥവാ സന്തോഷം നമുക്ക് ധാരാളം ഉണ്ടാവും. ബിക്കോസ് സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ നമ്മുടെ തലച്ചോറിൽ ധാരാളം ഉണ്ടാവും. അത് മനസ്സ് സന്തോഷമല്ലാതെ നമുക്കൊരിക്കലും ശരീരത്തിൽ ഒരു ആരോഗ്യം ഫീൽ ചെയ്യില്ല. മനസ്സ് ആരോഗ്യപ്പെട്ടാൽ മാത്രമേ ശരീരം ആരോഗ്യപ്പെടുള്ളൂ, നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അപ്പം തന്നെ ശരീരം ആരോഗ്യപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലേക്കുള്ള ആരോഗ്യം തിരിച്ചും വരുള്ളൂ. അതാണ് ഞാൻ എക്സസൈസിലൂടെ ഫുഡിലൂടെ മനസ്സിലേക്ക് തിരിച്ച് മനസ്സിലുള്ള ആരോഗ്യം ശരീരത്തിലേക്കും ഒരു സുഖമായിട്ട് ഒരു ആശ്വാസമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നതൊക്കെ ഈ മൈൻഡ് ബോഡി കണക്ഷനാണ്. ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിലെ ഹോർമോൺ സിസ്റ്റം, ഹാപ്പിനെസ് ഹോർമോൺ സിസ്റ്റം ഒക്കെ ഉണ്ടാവുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്ന കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് ഇതിൻ്റെ രീതികൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം, അപ്പോയിൻമെൻറ്റ് എടുത്ത് വന്ന് കാണാം. നോ ഇഷ്യൂസ്. എന്നെക്കൂടെ പറ്റുന്ന പോലെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ആദ്യം വേണ്ട നോളജാണ്. ഈ ഒരു ഇഷ്യൂ വരുമ്പോൾ അത് ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കേണ്ട നോളജ് നമുക്ക് ആദ്യം വേണം. ഇല്ലാണ്ടിരുന്നാൽ നമുക്ക് അത് ഇഷ്യൂ എന്ന് മനസ്സിലാവില്ല. ഈ മൈൻഡ് ഡൗൺ ആവുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 4 ഹോർമോൺസ് ഏതെങ്കിലും ഒരു ഹോർമോണോ ഈ ഹോർമോണുകൾ കൂട്ടത്തോടു കൂടി ഡൗൺ ആയി പോകുന്ന സമയത്താണ് മൈൻഡ് ഡൗൺ ആവുക എന്ന് പറയുന്നത്. ആ മൈൻഡ് ഡൗൺ ആവുന്ന സമയത്ത് അത് ഡൗൺ ആവുക എന്ന് പോലും ഈ വ്യക്തിക്ക് അറിയില്ല. അപ്പോഴാണ് ഈ വ്യക്തിയുടെ സ്വഭാവത്തിലും രീതികളിലും എല്ലാ വ്യത്യാസങ്ങൾ വരിക. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ഏതെങ്കിലും ഹോർമോണുകളുടെ അളവ് ക്രമാതീതമായി കുറഞ്ഞു വരുമ്പോഴാണ് ഒരു വ്യക്തി തികച്ചും നിരാശവാനാവുന്നതും ആത്മഹത്യയിലേക്ക് പോകുന്നതും. പക്ഷേ വേറെ പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ ഹോർമോണുകൾ അമിതമായിട്ട് പോയി കഴിഞ്ഞാൽ, ഉദാഹരണം ഡോപ്പമൈനൊക്കെ അമിതമായിട്ട് കയറി കഴിഞ്ഞാൽ ഈ വ്യക്തി ക്രമാതീതമായിട്ടുള്ള ഊർജ്ജം, ക്രമാതീതമായിട്ടുള്ള സന്തോഷം, ക്രമാതീതമായിട്ടുള്ള എന്താ പറയാൻ പറ്റാത്തൊരു ആവേശം കയറി വരുമ്പോൾ ഇവർക്ക് ക്രിമിനൽ മൈൻഡൊക്കെ വന്നു കളയും. അവർ ഓവർ റിസ്ക് ആയിട്ടുള്ള സംഗതികളിലേക്കൊക്കെ പോയി അവർ പെടുകയൊക്കെ ചെയ്യും. അതും ഒരു റിസ്ക്കാണ്. അപ്പോൾ ഒരു ഓപ്റ്റിമൽ ലെവലിൽ, കറക്റ്റ് ലെവലിൽ എല്ലാ ഹോർമോണുകളും ഉണ്ടെങ്കിൽ ആ വ്യക്തി പൂർണ്ണ ആരോഗ്യവാനായിരിക്കും, മാനസികമായും ശാരീരികമായും. ഈ ഒരു അടിസ്ഥാനപരമായിട്ട് കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മനസ്സുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബേസിക്സാണ് ഞാൻ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത്. അത് ബേസിക്സ് നമുക്ക് തറാക്കി പോയതിനു ശേഷം നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകാൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയറായി ഞാൻ മനസ്സിലാക്കുന്നു. അതോടുകൂടി യുവർ ഫാമിലി കൗൺസിലർ അഭിലാഷ് സമ്പത്ത് signing off from this episode. So see you all in the next episode. So stay tuned.